അമേരിക്കയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന ഈ സമയത്ത് ലോകത്തിന്റെ ശ്രദ്ധ വീണ്ടും പതിയുന്ന ഒരു നഗരമുണ്ട്, ഇസ്ഫഹാൻ. ഇതൊരു സാധാരണ നഗരമല്ല, മറിച്ചൊരു രാജ്യത്തിന്റെ ആത്മാഭിമാനവും ദീർഘകാല തന്ത്രചിന്തയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകമാണ്. ചരിത്രത്തിന്റെ ആഴങ്ങളിലെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉയരങ്ങളിലെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഈ നഗരം ഇന്നത്തെ ഭൂപ്രാദേശിക സംഘർഷങ്ങളിൽ ഇറാൻ എന്ന രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും ജീവിക്കുന്ന ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. തുടർച്ചയായ സമ്മർദ്ദങ്ങളും ഭീഷണികളും നേരിട്ടിട്ടും ഇസ്ഫഹാൻ തലകുനിയാതെ നിൽക്കുന്നു. നാം നിൽക്കുന്നു എന്ന ഉറച്ച സന്ദേശം ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇസ്ഫഹാൻ ഒരു സൈനിക കേന്ദ്രം മാത്രമല്ല, അതൊരു സിവിലൈസേഷന്റെ അഭിമാനവും ആത്മാവും ചേർന്ന ഒരു സംയുക്ത രൂപമാണ്. ആഴത്തിലുള്ള ഭൂഗർഭ സൗകര്യങ്ങളും അതീവ സങ്കീർണമായ പ്രതിരോധ സംവിധാനങ്ങളും ഈ നഗരത്തെ സാധാരണമായ ഒരു സാങ്കേതിക കേന്ദ്രത്തെക്കാൾ ഏറെ ഉയർത്തുന്നു. പുറലോകം കാണുന്നതിനപ്പുറം നീളുന്ന ഈ സംവിധാനങ്ങൾ ഒരു ദീർഘദർശിനിയായ തന്ത്രത്തിന്റെ ഫലമാണെന്ന് വ്യക്തമാക്കുന്നു. ശക്തമായ വ്യോമാക്രമണങ്ങൾ പോലെ തകർക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ സൗകര്യങ്ങൾ ഇറാൻ വെറും പ്രതികരണശേഷിയുള്ള രാജ്യമെന്നതിൽ മറിച്ച് മുൻകൂട്ടി ചിന്തിച്ച് നീങ്ങുന്ന തന്ത്രപരമായ ശക്തിയാണെന്ന് തെളിയിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്ഫഹാൻ ഒരു ഭൂമരാഷ്ട്രപരമായ പ്രദേശം എന്നതിലുപരി ഒരു രാഷ്ട്രീയവും തന്ത്രപരവുമായ സന്ദേശമായി മാറിയിരിക്കുന്നു. സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാത്ത ഈ രാജ്യത്തിന്റെ മനോഭാവം അതിലൂടെ പ്രകടമാകുന്നു. സാങ്കേതികമായി മുന്നേറുകയും പ്രതിരോധമായി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു ജനതയുടെ ആത്മവിശ്വാസമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ലോകശക്തികൾ അവരുടെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ ഇസ്ഫഹാൻ മറുപടിയായി ഒരു സത്യം ഉയർത്തിക്കാട്ടുന്നു: യഥാർത്ഥ ശക്തി നിലകൊള്ളുന്നത് മനസ്സിലാണ്. ഇസ്ഫഹാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് അതിന്റെ ഭൂമിശാസ്ത്രപരമായ സുരക്ഷ. മലനിരകളുടെയും പാറക്കെട്ടുകളുടെയും അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സൗകര്യങ്ങൾ സ്വാഭാവികമായി ഒരു സംരക്ഷണ കവചം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതുവഴി വ്യോമാക്രമണങ്ങൾക്ക് വലിയൊരു വെല്ലുവിളി സൃഷ്ടിക്കപ്പെടുന്നു. US പോലുള്ള ശക്തികൾ ഉപയോഗിക്കുന്ന അത്യാധുനിക ബങ്കർ ബസ്റ്റർ ആയുധങ്ങളും ഇത്തരം ആഴത്തിലുള്ള ഘടനകളെ പൂർണ്ണമായി തകർക്കുക എളുപ്പമല്ല. മറ്റ് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഇസ്ഫഹാന്റെ ഘടന അതിനെ വ്യത്യസ്തവും കൂടുതൽ പ്രതിരോധ ശേഷിയും ഉള്ളതാക്കുന്നു. ഇതിന്റെ രൂപകൽപ്പന ശ്രദ്ധേയമാണ്. ആഴത്തിലുള്ള തുരങ്കങ്ങൾ, പല തട്ടുകളിലായി വ്യാപിച്ചിരിക്കുന്ന സംഭരണ സംവിധാനങ്ങൾ, നിരവധി പ്രവേശന പുറത്തിറക്കു മുഖങ്ങൾ എന്നിവ ചേർന്ന് ഒരു സങ്കീർണമായ ശൃംഖലയാണ് ഇവിടെ കാണുന്നത്. ഒരു വിഭാഗം തകർന്നാലും മുഴുവൻ സംവിധാനം നിലച്ചു പോകാതിരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ രീതിയെ വളരെ തന്ത്രപരമായ നീക്കമെന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. ഇതൊരു സിസ്റ്റത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തുടർച്ചയായ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ ദീർഘകാലം നിലനിർത്തുന്നതിൽ ഈ സങ്കല്പം നിർണായകമാണ്. സമകാലിക വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് സംഘർഷകാലത്ത് നിർണായക വസ്തുക്കൾ സുരക്ഷിതമായി മാറ്റിസ്ഥാപിക്കാൻ ഇറാൻ കഴിവുള്ളതാണെന്നാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം പോലുള്ള വസ്തുക്കൾ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കാമെന്ന് സൂചനകളും ഉയർന്നുണ്ട്. ഇത് വെറും പ്രതിരോധശേഷി മാത്രമല്ല, മറിച്ചൊരു ഡൈനാമിക് വാർ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ശത്രുവിന്റെ നീക്കങ്ങൾ അനുസരിച്ച് വേഗത്തിൽ പ്രതികരിക്കുന്ന, മാറി മാറി മറിയുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു തന്ത്ര രീതി കൂടിയാണ്. ഇസ്ഫഹാൻ സൈനിക പ്രാധാന്യത്തിന് പുറമെ സാംസ്കാരികവും ശാസ്ത്രീയവുമായ ഒരു കേന്ദ്രവും കൂടിയാണ്. ഈ നഗരത്തിന്റെ പൈതൃകവും ആധുനിക സാങ്കേതിക ശേഷിയും തമ്മിലുള്ള സമന്വയവും ഇറാന്റെ സമഗ്ര ശക്തിയെ പ്രാതിനിധീകരിക്കുന്നു. ആയതിനാൽ ഇസ്ഫഹാനെ ലക്ഷ്യമിടുന്ന ഈ ആക്രമണം ഒരു സൈനിക നീക്കം എന്നതിലുപരി ഒരു സിവിലൈസേഷന്റെ മേൽ നടത്തുന്ന സമ്മർദ്ദമായി ഇറാൻ കാണുന്നു. സുരക്ഷാ ഘട്ടങ്ങളെ പരിഗണിക്കുമ്പോൾ ഇസ്ഫഹാൻ ഒരു മൾട്ടി ലെയർ ഡിഫൻസ് സോൺ ആയി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. മിസൈൽ സെറ്റുകൾ, ഡ്രോൺ കേന്ദ്രങ്ങൾ, വ്യോമതാവളങ്ങൾ എന്നിവയിൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശം നേരിട്ടുള്ള ആക്രമണങ്ങളെ വളരെ ബുദ്ധിമുട്ടാക്കുന്നു. വ്യോമാക്രമണങ്ങൾക്കൊപ്പം സൈബർ ആക്രമണങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ആധുനിക പ്രതിരോധ മാർഗങ്ങൾ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് വിലയിരുത്തൽ. ഇതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് പകരം പരോക്ഷമായ മാർഗങ്ങൾ കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്നു എന്നാണ് ചില സൈനിക വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിലൂടെ ഒരു പ്രധാന യാഥാർത്ഥ്യം വ്യക്തമാകുന്നു: ഇസ്ഫഹാൻ പോലുള്ള ആഴത്തിലുള്ള സംരക്ഷണ സംവിധാനങ്ങളെ വെറും വ്യോമാക്രമണങ്ങളിലൂടെ തകർക്കുക സാങ്കേതികമായി വളരെ പ്രയാസകരമാണ്. ഇത്തരം സൗകര്യങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഭൂമിയിൽ നിന്നുള്ള നേരിട്ടുള്ള സൈനിക ഇടപെടൽ ആവശ്യമായേക്കാം. എന്നാൽ ഇത് വളരെ അപകടകരമായ ഒരു മാർഗമാണ്, കാരണം അതിലൂടെ സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഇസ്ഫഹാൻ ഒരു ആണവ കേന്ദ്രം മാത്രമല്ല, അത് ഇറാന്റെ ദീർഘകാല തന്ത്രചിന്തയുടെ, സ്വയം രക്ഷാ ശേഷിയുടെയും സാങ്കേതിക നവീകരണത്തിന്റെയും പ്രതീകമാണ്. ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനിടയിലും തകരാതെ നിലനിൽക്കുന്ന കഴിവ് ഒരു രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. ഇസ്ഫഹാനിലെ ഓരോ ഘടനയും, ഓരോ കോൺക്രീറ്റ് പാളിയും ഓരോ രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കഥ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.